അത്യാവശ്യം നല്ല ലെങ്തും തിക്കുള്ള മുടിയായിരുന്നു എൻ്റെത്. അത് എൻ്റെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ പോയി ലെയർ കട്ട് കെട്ടിയത്. അതിനുശേഷം എൻ്റെ മുടി ഒട്ടും കിളിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിധത്തിലാണ് കേട്ടോ ഞാൻ ഇത്രയെങ്കിലുമൊക്കെ കിളിപ്പിച്ചെടുത്തത്. നന്നായിട്ട് സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഒരുപാട് ഹെയർ പാക്സും ഹോം റെമഡീസും ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിൽ ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാവേ. ഇപ്പോൾ എൻ്റെ തലയിൽ നന്നായിട്ട് താരൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ചൊറിഞ്ഞിളക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ താരനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു താളി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാവേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഹെയറിൽ ഞാൻ ഇന്നൊരു താളി അപ്ലൈ ചെയ്യാമെന്നാട്ടോ വിചാരിച്ചേക്കുന്നത്. ഇപ്പം ഈ ഇടയായിട്ട് എൻ്റെ ഹെയറിന് നല്ല താരൻ്റെ ശല്യമുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് യാത്രകളും മറ്റുമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു താരൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു താളി തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ ചെമ്പരത്തി താളിയെ പറ്റി. അപ്പോൾ ഞാൻ ഇന്ന് ചെമ്പരത്തി താളി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് തേക്കുന്നത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് താളി ഉണ്ടാക്കാനൊന്നും ഒരു പാടുമില്ല. നമുക്ക് പോയി പറിച്ച് നമുക്ക് എപ്പോൾ താളി ഉണ്ടാക്കണോ അപ്പോഴൊക്കെ നമ്മൾ താളി ഉണ്ടാക്കി തേക്കാറുണ്ട് കേട്ടോ. ഈ 5 ഇതളുള്ള ചെമ്പരത്തിയുടെ ഇലയാണ് ഞാൻ എടുക്കുന്നത്. ചെമ്പരത്തിയുടെ ഇലയും പൂവും മാത്രം ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം നല്ല ഇല നോക്കി പറിക്കുകയാണ്. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഇലകളിൽ പുഴുക്കുത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പുഴുവൊന്നും ഇല്ലാത്ത ഇല നോക്കി ഞാനിവിടെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ മൊട്ടും ചില സമയം യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ മൊട്ട് എന്തായാലും പറിക്കുന്നില്ല. ആവശ്യം പോലെ നമുക്ക് ചെമ്പരത്തി പൂവ് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ആ പൂ വെച്ച് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇലയും പൂവും ഞാൻ ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം അത്യാവശ്യം മുഞ്ഞയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്താലേ പറ്റത്തുള്ളൂ. ചില ടൈമിൽ ഇതിൽ ഒട്ടും ഇല നന്നാവാത്ത സമയം വരും കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ഇതിലുള്ള ചെമ്പരത്തി ഉണ്ടല്ലോ പിങ്ക് കളറിൽ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിലും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ 5 ഇതിലുള്ള ചെമ്പരത്തി പൂവിലും ചെമ്പരത്തി ഇലയിലുമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളത് പറിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് പുഴു കടിച്ച ഇലയൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, മുഞ്ഞയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് മുഞ്ഞ വരും, സ്വാഭാവികമാണ്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിക്കാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ ഈ ഇലയൊക്കെ ഒന്ന് അരിഞ്ഞാണ് കേട്ടോ ഇടുന്നത്. ഇതിങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയും പൂവിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് തലയിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കും. അത് ബുദ്ധിമുട്ടാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അത് എടുത്ത് കളയണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിത് എന്തായാലും അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കാൻ വേണ്ടി നെറ്റിൻ്റെ ഒരു പഴയ ഷോള് വെച്ചാണ് കേട്ടോ ഞാനിത് അരിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ റെഡിയായി. ഇത് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടാണ്. എന്തായാലും നിങ്ങളോട് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ താളി അടിക്കുന്നതും താളി ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടോ, കറക്റ്റ് എണ്ണ മാതിരി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയറിൽ ഞാൻ എണ്ണ തേച്ചിട്ടില്ല. കാരണം താരൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ എണ്ണയും കൂടി തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നാച്ചുറൽ സാധനമല്ലേ ഇത്. അപ്പോൾ എന്തായാലും നമുക്കിത് താളി ഡയറക്റ്റ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതങ്ങ് വാഷ് ചെയ്ത് കളയണം. അപ്പം ഇതൊരു അടുപ്പിച്ച് 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മുടെ താരൻ്റെ പ്രശ്നം എല്ലാം മാറും കേട്ടോ. ഞാൻ സാധാരണ ഇതാണ് ചെയ്യാറ്. ഞാൻ വേറെ കെമിക്കലോ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കോട്ടക്കലിൻ്റെ ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് താരം പോകാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഉള്ളിയുടെയും മുട്ടയുടെയൊക്കെ ഹെയർ പാക്ക് ഇടുമ്പോൾ അതിൻ്റെ മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം ഷാമ്പു വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഈ താളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാവരോടും യൂസ് ചെയ്യാൻ പറയുന്നതും താളിയാണ്. കാരണം നമ്മുടെ ഹെയറിന് ഒരു വിധത്തിലുള്ള ഡാമേജും ഉണ്ടാകത്തില്ല ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ ഇത് വെച്ചിട്ടൊരു 30 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത് നമുക്ക് നല്ല തണുപ്പ് ഇറങ്ങും തലയിലേക്ക്. ചില ദിവസങ്ങളിൽ ഞാൻ ഈ താളിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ പാറത്താളി എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ ആ ഇല വെച്ചാണ് താളി ഉണ്ടാക്കി തേക്കാറ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ലൊക്കെ ഇട്ട് തേക്കാം കേട്ടോ. ഇപ്പം അലോവേര ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എന്തായാലും ഒരു ഹെയർ പാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, താളി തലയിലേക്ക് തേക്കാണ്. അപ്പോൾ പിന്നെ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാമെന്ന് കരുതി.
അപ്പോൾ ഇത് തലയിൽ തേച്ച് ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒരു സന്തോഷത്തിന് ഞാനൊരു കുറേ നേരം വെക്കും. അതുകൊണ്ടാണ് ഞാനൊരു 30 മിനിറ്റിൻ്റെ കണക്ക് പറഞ്ഞത്. അപ്പോൾ അത്രയും നേരം വെക്കണമെന്നൊന്നുമില്ല. നമ്മളിതൊന്നും തേച്ചില്ലെങ്കിലും നമ്മുടെ മുടി വളരും. പിന്നെ ഇതൊക്കെ ഒരു കെയർ, അത്രേ ഉള്ളൂ. വളരുമ്പം പന്നലായിട്ട് വളരാതിച്ചിരി കെയർ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. അപ്പോൾ പിന്നെ നമുക്ക് ഇച്ചിരി കെയർ വളർത്തുന്നല്ലേ നല്ലത്. നല്ല തണുപ്പാണ് കേട്ടോ ഇത് തേക്കുമ്പോൾ. പണ്ട് മുതലേ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല താരനൊക്കെ നന്നായിട്ട് നമുക്ക് ചൊറിഞ്ഞ് ഇളക്കാതെ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. പണി നടക്കുന്നതാണ്, നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ മുടിയിലും കൂടെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും ചെമ്പരത്തി താളിയൊക്കെ യൂസ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് താളി എടുക്കുമ്പോൾ താളിയുടെ കൂടെ കുറച്ച് തലേ ദിവസത്തെ കുളിച്ച കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ റിസൾട്ട് കിട്ടും കേട്ടോ. വേഗം തന്നെ നമ്മുടെ താരനൊക്കെ പോയിട്ട് മുടി നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ താളി ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ ബൈ സീ.